നമ്മൾ നോട്ടിഹാമിൽ സാധനങ്ങളൊക്കെ എത്തിച്ചതിന്റെ പിറ്റേന്ന് തന്നെ സഫറൂഖ് എന്നോട് പറഞ്ഞാൽ അതൊക്കെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരണം. വേറെ നമുക്ക് സഫറൂഖിന്റെ അടുത്താണ് വീട് കിട്ടിയാണ്. അതുപോലെ നമുക്ക് ഗ്രില്ലിന്റെ ചെറിയൊരു പരിപാടിയും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 2-3 കിലോ ചിക്കനും വാങ്ങിച്ചു. ഈ ചെറുകും വിരിച്ച് ചിക്കനും കൊണ്ടിരിക്കണില്ലേ, ഇതാണ് ഞങ്ങളുടെ ആഷി, നമ്മുടെ ഗ്രിൽ മാസ്റ്റർ ആഷി. എഡിറ്റിങ്ങിന്റെ ഇടയിൽ ഒരു ഫീച്ചർ ഉണ്ടപ്പോൾ ഞാൻ ചുമ്മാ അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അതുപോലെ തന്നെ ഗ്രില്ലിന്റെ എല്ലാ പരിപാടിയും ആശാണ് ഏറ്റെടുത്തത്. ഞങ്ങൾ സൈഡിൽ നിന്ന് അവനൊന്ന് ജസ്റ്റ് ഒന്ന് സഹായിച്ചൊന്ന് മാത്രം. അങ്ങനെ ഗ്രില്ലിങ് തകൃതിയായിട്ട് നടക്കുമ്പോൾ ആച്ചോ അതിന്റെ സൈഡിലൊന്ന് ഭയങ്കര സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണങ്ങളിലാണ്. ചറവറ അങ്ങാടും ഇങ്ങാടും വീശിക്കൊണ്ടിരിക്കണല്ലേ, ഇതാണ് നമ്മുടെ സഫറൂഖ. നമ്മുടെ ആന്റണി ചാറിനെ പോലെ നല്ലൊരു മനസ്സിന്റെ ഉടമയായ നമ്മുടെ സഫറൂഖ. അവസാനം വീശി മതിയായിട്ടാണോ അല്ലെങ്കിൽ അത്രയും വീശിയത് മതി എന്നതുകൊണ്ടാണോ എന്നറിയാമല്ല, അവസാനം സഫറൂഖ് അത് അടച്ചു വെച്ച്. ഇനി ഇതിന്റെ ഉള്ളിലത്തെ ചൂട് ഒരു 400-450 ആണ്ടാന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ആശി വന്നുകൊണ്ട് പറഞ്ഞാൽ അവന് കുറച്ച് ജ്യൂസ് ഒഴിക്കണമെന്ന്. പിന്നെ അത് പിന്നെയും തുറന്നു കൊടുക്കൊന്നും വേണ്ട, അവൻ തന്നെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടായി. അതിനിടക്ക് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ റെഡിയായ ചിക്കൻ പീസിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മിസ്സായി തുടങ്ങി. അങ്ങാടും ഇങ്ങാട് പോകുമ്പോൾ ഞങ്ങൾ തന്നെ വാരത്തിനാണത്. അതിനിടക്ക് അസ്മി വന്നിട്ട് സെലറി എന്ന് പറഞ്ഞിട്ടൊരു സാധനം തന്നു. നമ്മൾ എന്നിട്ട് അതും കൂടി ഗ്രില്ലിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്ത് ചെറിയ പീസുകളിൽ നിന്ന് വലിയ പീസുകളിലോട്ട് ഞങ്ങൾ കൈവച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി അവസാനം പൊറോട്ട കൂട്ടി തിന്നായിട്ട് ഉണ്ടാവില്ലെന്ന്. പിന്നെ അധികം ഞങ്ങൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഉള്ളതും കൊണ്ട് നേരെ ഉള്ളിൽ പോയിട്ട് പൊറോട്ടയും കോസ്ലോവും മയോണൈസ് കൂട്ടി അങ്ങോട്ട് പെരുക്കി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.